നമസ്തേ. സംസ്ഥാനത്തിന്റെ വികസനത്തിന് നിർണായകമാവുകയാണ് കിഫ്ബിയുടെ വിവിധ പദ്ധതികൾ. അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബി പദ്ധതികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വികസനം കിഫ്ബിയിലൂടെ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടും ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോലയുമാണ്. രാഷ്ട്രീയത്തിനതീതമായി വികസനത്തെ വീക്ഷിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമായ ഹരിപ്പാട് കിഫ്ബിയിലൂടെ വിഭാവനം ചെയ്യുന്നത് 167 കോടിയുടെ വികസന പദ്ധതികളാണ്. തീരദേശ മേഖലയുടെ സംരക്ഷണത്തിനും വിദ്യാഭ്യാസ മേഖലയിലും ഗതാഗത മേഖലയിലുമടക്കം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കിഫ്ബി പദ്ധതികൾ ഹരിപ്പാട്ടും നിർണായകമാവുകയാണ്. ബഡ്ജറ്റിൽ ഒതുങ്ങി നിൽക്കുന്നതിനപ്പുറം നാടിന്റെ വികസനം സാക്ഷാത്കരിക്കുക എന്ന കാഴ്ചപ്പാടിൽ കിഫ്ബിയുടെ സഹായത്തോടെ അടിസ്ഥാന മേഖലയുടെ സമഗ്ര വികസനമാണ് ഹരിപ്പാട് മണ്ഡലത്തിലും സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത്. കേരളത്തിൻ്റെ ഒരു പുനർനിർമ്മാണ പ്രക്രിയയാണ് ഇന്ന് കിഫ്ബി പദ്ധതിയിലൂടെ എല്ലാ മണ്ഡലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 57,000 കോടിയോളം രൂപയുടെ ഭരണാനുമതി നൽകി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും വിവിധ ഘട്ടങ്ങളിൽ അത് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യാം. അതിൻ്റെ ഭാഗമായി ഹരിപ്പാട് മണ്ഡലത്തിലും വിവിധ പദ്ധതികൾക്ക് വേണ്ടി ഗവൺമെൻറ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഹരിപ്പാട് നഗരസഭയ്ക്ക് പുറമെ ചെറുതന, കുമാരപുരം, പള്ളിപ്പാട്, കരുവറ്റ, ചേപ്പാട്, മുതുകുളം, ചിങ്ങോലി, ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ, കാർത്തിയപ്പള്ളി എന്നീ പഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ് ഹരിപ്പാട് നിയോജക മണ്ഡലം. ഇതിൽ ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ എന്നീ തീരദേശ മേഖലകളിലെ ജനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് കടലാക്രമണം. ഇതിനെ ചെറുക്കാൻ കിഫ്ബിയുടെ സഹായത്തോടെ 81 കോടി രൂപയുടെ പദ്ധതിയാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത്. പുലിമുട്ടോടുകൂടി കടൽഭിത്തി നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഹരിപ്പാട് മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരദേശ മേഖലയായിട്ടുള്ള ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ ജനങ്ങൾ എക്കാലവും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറഞ്ഞാൽ കടലാക്രമണമാണ്. ആ കടൽ ഭിത്തി നിർമ്മിക്കുന്നതിന് വേണ്ടി ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലായി 81 കോടി രൂപ കിഫ്ബി പദ്ധതിയിൽ അനുവദിച്ചിട്ടുണ്ട്. കടലാക്രമണ ഭീഷണി നേരിടുന്ന വീടുകൾ, കടൽക്ഷോഭത്തിൽ തകർന്ന റോഡുകൾ, കടൽ കവർന്ന കൂരയിൽ നിന്നും താൽക്കാലിക താമസ സൗകര്യങ്ങളിലേക്ക് മാറ്റപ്പെട്ടവർ, ഇങ്ങനെ ദുരിതം പേർന്ന നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസകരമാകുന്ന പദ്ധതിയാണ് പുലിമുട്ടോട് കൂടിയ കടൽഭിത്തി. നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ കാലത്ത് വ്യത്യസ്തമായിട്ടാണ് കടലാക്രമണം. പ്രകൃതിയിൽ വന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏതാണ്ട് വർഷത്തിൽ 7-8 മാസവും കടലാക്രമണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീരദേശവാസികൾ പലപ്പോഴും ഭയാശങ്കയിലാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഗവൺമെൻറ് തീരുമാനിച്ച് നടപ്പാക്കാൻ പോകുന്ന ഈ പദ്ധതി അറിഞ്ഞതോടുകൂടി തീരദേശവാസികളിൽ ഒരു ആശ്വാസത്തിൻ്റെ കിരണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. സ്വാഭാവികമായും ഈ പുലിമുട്ട് അങ്ങോട്ട് പടിഞ്ഞാറോട്ട് ചെല്ലുന്നതിൻ്റെ ഭാഗമായി കിഴക്കോട്ടുള്ള തിരയുടെ ശക്തി കുറയാനാണ് സാധ്യത. ഈ പുലിമുട്ടിനോടൊപ്പം തന്നെ പുലിമുട്ടിൻ്റെ ഇടയ്ക്ക് ശക്തമായ കടൽഭിത്തി കൂടി വേണം എന്നതാണ് IITയുടെ പഠന റിപ്പോർട്ട് കാണിക്കുന്നത്. പുലിമുട്ടിൻ്റെ നിർമ്മാണത്തിന് ശേഷം തീർച്ചയായും ഗവൺമെൻറ് ആ രംഗത്ത് കൂടി ശ്രദ്ധിച്ച് പോവും. ആദ്യഘട്ടത്തിൽ വട്ടച്ചാൽ, പതിയാങ്കര, ആറാട്ടുപുഴ ഭാഗങ്ങളിലാണ് നിർമ്മാണം ആരംഭിക്കുന്നത്. വട്ടച്ചാൽ, ആറാട്ടുപുഴ, അതുപോലെ തന്നെ പതിയാങ്കര, ഈ 3 പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലാണ് കിഫ്ബി പദ്ധതിയിൽ 81 കോടി രൂപ മുടക്കി പുലിമുട്ടോട് കൂടിയുള്ള കടൽഭിത്തി നിർമ്മാണത്തിന് വേണ്ടിയുള്ള നടപടികളെല്ലാം, ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ചു. ജലസേചന വകുപ്പിൻ്റെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറയുന്ന ഏജൻസി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭം കുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അത് ആരംഭം കുറിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്നതിൽ ഹരിപ്പാട് മണ്ഡലത്തിൽ എടുത്തു പറയാൻ കഴിയുന്ന ഒന്നാണ്. ചെന്നൈ IITയുടെ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന കടൽഭിത്തിക്കായി പരിസ്ഥിതി സൗഹൃദ സംവിധാനമാണ് വിനിയോഗിക്കുക. ആറാട്ടുപുഴ കുറിച്ചിക്കൽ പ്രദേശത്തെ നിർമ്മാണത്തിനായി കരാറുകാർ എത്തിയതോടെ പ്രദേശവാസികളും വലിയ പ്രതീക്ഷയിലാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ ചെന്നൈ IIT നടത്തിയ പഠനം, ആ പഠന റിപ്പോർട്ട് ഗവൺമെൻറ് അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി ടെൻഡർ വിളിച്ചു, ടെൻഡർ അംഗീകരിച്ചു. ഇപ്പോൾ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. നമ്മുടെ മംഗലം കുറിച്ചിക്കൽ ഭാഗത്ത് ഈ കല്ല് കിട്ടാത്തത് കൊണ്ട് തന്നെ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പുലിമുട്ട് നിർമ്മാണത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായും വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ ഈ പ്രശ്നത്തിന് കുറേയേറെ പരിഹാരം കാണാൻ കഴിയും എന്ന പ്രതീക്ഷയാണ്. ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്നും കിഴക്കൻ മേഖലകളിലേക്ക് യാത്ര ചെയ്യാൻ പ്രധാനമായും ഉപയോഗിക്കുന്ന റോഡാണ് തൃക്കുന്നപ്പുഴ മാവേലിക്കര റോഡ്. ഉന്നത നിലവാരത്തിൽ റോഡ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും നങ്ങ്യാർകുളങ്ങര കവലയ്ക്ക് കിഴക്ക് ഭാഗത്തെ റെയിൽവേ ക്രോസ് അടയ്ക്കുന്നതോടെ വലിയ ഗതാഗത കുരുക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇതിന് പരിഹാരമായി റെയിൽവേ ഓവർബ്രിഡ്ജിനായി കിഫ്ബിയുടെ സഹായത്തോടെ 37 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കുന്നത്. ഇതിനായുള്ള സ്ഥലമെടുപ്പ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. ഏറ്റവും വലിയ ഗതാഗത കുരുക്കുള്ള ഒരു പ്രദേശമാണ്. ദേശീയപാതയുമായി തൊട്ടടുത്ത് കിടക്കുന്ന മാവേലിക്കര കിഴക്കൻ
ശബരിമല ഉൾപ്പെടെയുള്ള റൂട്ടിലേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറുകളോളം വാഹനങ്ങൾ ക്യൂ കിടക്കേണ്ട സ്ഥിതിയാണ്. അവിടെ കിഫ്ബി പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നതിന് വേണ്ടി 37 കോടി രൂപ ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ഥലമെടുപ്പിൻ്റെ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് വേഗതയിൽ നടപ്പാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കിഴക്കൻ മേഖലയിലുള്ളവർക്ക് ക്ഷേത്രനഗരിയായ ഹരിപ്പാട്ട് എത്താനും മണ്ണാറശാല, ദക്ഷിണ പഴനി എന്നറിയപ്പെടുന്ന ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്താനും രോഗികളുമായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുന്നവർക്കുമൊക്കെ ഏറെ ആശ്വാസകരമാകുന്നതാണ് നങ്ങ്യാർകുളങ്ങരയിലെ ഓവർ ബ്രിഡ്ജ്. ഈ പദ്ധതി വരുന്നതോടുകൂടി ഏതാണ്ട് കിഴക്കൻ പ്രദേശങ്ങളും ദേശീയപാതയുമായി ഏറ്റവും കൂടുതൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാന ഗതാഗത മാർഗമായിരുന്നു നങ്ങ്യാർകുളങ്ങര മാവേലിക്കര റോഡ്. ആ റോഡിൽ റെയിൽവേ ക്രോസ് വരുന്ന സമയങ്ങളിൽ അവിടെ ട്രെയിൻ വരുന്ന സമയങ്ങളിൽ മണിക്കൂർ കണക്കിനാണ് വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽപ്പെടുകയും വണ്ടാനമടക്കമുള്ള മെഡിക്കൽ കോളേജുകളിലേക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നുള്ള രോഗികളെ കൊണ്ടുപോകുന്നതിനടക്കം പല സന്ദർഭങ്ങളിലും അത്യാഹിത രോഗികളെ പോലും കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യത്തിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന സ്ഥലമാണ്. അവിടെയാണ് ഈ പദ്ധതിയിലൂടെ ഓവർ ബ്രിഡ്ജ് വരുന്നത്. അത് സ്വാഭാവികമായും ഈ പദ്ധതി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ കിഴക്കൻ മേഖലയെ ദേശീയപാതയുമായും വണ്ടാനം മെഡിക്കൽ കോളേജ് അടക്കമുള്ള സംവിധാനങ്ങളുമായി ബന്ധപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും വലിയ വികസന പദ്ധതിയായിട്ടാണ് അത് മാറുന്നത്. പൊതുവിദ്യാഭ്യാസ മേഖലയിലും നിരവധി പദ്ധതികളാണ് കിഫ്ബിയിലൂടെ മണ്ഡലത്തിൽ നടപ്പാക്കുന്നത്. 150 വർഷത്തെ ചരിത്രമുള്ള ഹരിപ്പാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന പെൺപള്ളിക്കൂടത്തെ ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്താൻ 5 കോടി രൂപയാണ് പദ്ധതിയിലൂടെ അനുവദിച്ചത്. ഇതിൽ 4 കോടി 22 ലക്ഷം രൂപ മുടക്കി അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. 150 വർഷത്തെ കാലപ്പഴക്കമുള്ള സ്കൂളാണ്. 1500 കുട്ടികൾ പഠിക്കുന്ന പെൺപള്ളിക്കൂടമാണ്. ജില്ലയിലെ ഏറ്റവും മികച്ച വിജയ ശതമാനം ഉള്ള സ്കൂളാണ്. അതിന് അന്തർദേശീയ നിലവാരമുള്ള സ്കൂൾ ഒരു മണ്ഡലത്തിലെ തിരഞ്ഞെടുത്തേക്കുന്നത് ഗേൾസ് ഹൈസ്കൂളാണ്. 5 കോടി രൂപ അതിനുവേണ്ടി കിഫ്ബി പദ്ധതിയിൽ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി മറ്റ് സൗകര്യത്തിന് വേണ്ടി അനുവദിച്ചു. 1 കോടി രൂപ MLA ഫണ്ട് നൽകുമെന്നാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തത്. 6 കോടി 13 ലക്ഷത്തിൻ്റെ എസ്റ്റിമേറ്റ് അതിനുവേണ്ടി തയ്യാറാക്കി. 3 നിലകളിലുള്ള കെട്ടിടം നിർമ്മിക്കാനാണ് പ്രപ്പോസൽ നൽകിയത്. എന്നാൽ അത് 2 നിലകളിലായിട്ടുള്ള കെട്ടിട നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ബാക്കി 4 കോടി 22 ലക്ഷം രൂപ മാത്രമേ ചെലവഴിക്കപ്പെട്ടിട്ടുള്ളൂ. ബാക്കി തുക എന്ത് ചെയ്യണം? ആ സ്കൂളിൻ്റെ സമഗ്ര വികസനത്തിന് തന്നെ ഉതകത്തക്ക നിലയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ആ പണം ലാപ്സാക്കാതെ തന്നെ പൂർണ്ണമായും ഈ സ്കൂളിൻ്റെ വികസനത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കണം. അക്കാഡമിക് രംഗത്ത് ഉന്നത നിലവാരം പുലർത്തുന്ന സ്കൂളിനുള്ള അംഗീകാരമായാണ് സ്കൂളിലെ അധ്യാപകർ ഈ പദ്ധതിയെ കാണുന്നത്. സാധാരണക്കാരായ കുട്ടികൾക്ക് അത്യാധുനിക സംവിധാനമുള്ള ക്ലാസ് റൂമുകളും മറ്റ് വിവരസാങ്കേതിക വിദ്യയിൽ ഊന്നിയുള്ള പുതിയ പാഠ്യ സമ്പ്രദായവും ലഭിക്കുന്നതിന് ഈ സംവിധാനങ്ങളും സൗകര്യങ്ങളും തീർത്തും ഉപകാരപ്രദമാകും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ ക്ലാസ് മുറികളും ലൈബ്രറിയും ലാബും ശൗചാലയങ്ങളുമെല്ലാം ഒരുങ്ങിയതോടെ സ്കൂളിലെ വിദ്യാർത്ഥികളും ഏറെ ആഹ്ലാദത്തിലാണ്. പുതുതായി വന്ന സൗകര്യങ്ങളാണ് ഡിജിറ്റൽ ക്ലാസ് റൂം, മെസ്സ്, പെൺകുട്ടികൾക്കായിട്ടുള്ള ടോയ്ലറ്റ്, പിന്നെ ലാബുകൾ. ഇത് ഞങ്ങൾക്ക് പഠിക്കാൻ വളരെ ഉപകാരമാണ്. കെട്ടുറപ്പുള്ള കെട്ടിടവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒരുങ്ങിയതോടെ രക്ഷിതാക്കൾക്കും തികഞ്ഞ സന്തോഷം. നേരത്തെ ഇവിടെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ബാത്റൂമിൽ പോകുന്ന കാര്യത്തിനാണേലും മറ്റ് ലാബിലൊക്കെ വലിയ സൗകര്യങ്ങളൊന്നുമില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ വളരെ സൗകര്യത്തോടു കൂടി പുതിയ സ്കൂള്, ക്ലാസ് റൂമൊക്കെ ഹൈടെക്കായി. മറ്റ് കുട്ടികൾക്ക് പുറത്ത് പ്രൈവറ്റിൽ സ്കൂളിൽ പഠിച്ച് കിട്ടുന്ന അതേപോലെ തന്നെ സൗകര്യം ഇപ്പം നമ്മുടെ സാധാരണക്കാരൻ്റെ കുട്ടികൾക്ക് ഈ സ്കൂളിൽ പഠിച്ചാൽ കിട്ടും. ഹരിപ്പാട് ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ സ്റ്റേഡിയം നിർമ്മിക്കാൻ 5 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്നും അനുവദിച്ചത്. 3 കോടി രൂപ മുടക്കി ഗ്രൗണ്ടും ശേഷിക്കുന്ന 2 കോടി രൂപ വിനിയോഗിച്ച് സ്റ്റേഡിയവും ഒരുക്കാനാണ് പദ്ധതി. ഹരിപ്പാട് ഗവൺമെൻറ് ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ ദേശീയ നിലവാരമുള്ള സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് വേണ്ടി 5 കോടി രൂപ 18-19 വർഷത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുകയും അതിനുള്ള പണം പൂർണ്ണമായി വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ദേശീയപാതയോരത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ്. ആയിരക്കണക്കിന് വരുന്ന കായിക താരങ്ങൾക്ക് അവർക്ക് പരിശീലനം നടത്താനോ അവരുടെ മറ്റ് മത്സരങ്ങൾ നടത്താനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതിനുള്ള അടിസ്ഥാന സൗകര്യമില്ലൂടെ. ഇപ്പം ഒളിമ്പ്യൻ അനിൽകുമാർ ഉൾപ്പെടെയുള്ള നിരവധി കായിക താരങ്ങളെ നാടിന് സംഭാവന ചെയ്ത ഒരു പ്രദേശമാണ് ഹരിപ്പാട്. അതുകൊണ്ട് തന്നെ CBC വാര്യർ ഫൗണ്ടേഷൻ മുൻകൈയെടുത്തിട്ട് ധനകാര്യമന്ത്രി, അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രിക്കും എല്ലാം നൽകിയ നിവേദനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഹരിപ്പാട് ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ
ഇത്തരത്തിലെ സ്റ്റേഡിയം നിർമ്മിക്കാൻ വേണ്ടി അനുവദിച്ചത്. ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഗവൺമെന്റ് UP സ്കൂളാണ് കാർത്തിയപ്പള്ളി UPS. ഇവിടെ ക്ലാസ് മുറികളുടെ അപര്യാപ്തതയ്ക്ക് പരിഹാരമായി 2 കോടി 2 ലക്ഷം രൂപ മുടക്കി ഇരുനില സമുച്ചയമാണ് നിർമ്മിക്കുന്നത്. കിഫ്ബി ഫണ്ട് ഏതാണ്ട് 2 കോടി 2 ലക്ഷം രൂപ മുടക്കി പുതിയൊരു ബിൽഡിങ് ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. താഴെയും മുകളിലുമായി ഏതാണ്ട് 14 റൂമുകൾ, അതിൽ 11 ക്ലാസ് റൂം, അതുപോലെ കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, ഇത്രയും കാര്യങ്ങളാണ്. കൂടാതെ ശൗചാലയങ്ങളും ഉണ്ട്. ഇത്രയും സൗകര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനം കൈവരിച്ച മുന്നേറ്റത്തിനൊപ്പം പ്രാഥമിക തലം മുതൽ ഭൗതിക സാഹചര്യങ്ങൾ ഉയർത്തുന്നതോടെ വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര പുരോഗതിയാകും കൈവരിക്കുകയെന്ന പ്രതീക്ഷയാണ് രക്ഷിതാക്കൾക്കുള്ളത്. ഇപ്പോൾ സ്വാഭാവികമായും പൊതുവിദ്യാലയങ്ങൾ പല രൂപത്തിലുള്ള ബാലാരിഷ്ടതകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. പൊതുവിദ്യാലയത്തിലേക്ക് കുട്ടികൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി വിദ്യാലയത്തിലേക്ക് അത്ഭുതാപൂർവമായ കുട്ടികളുടെ കടന്നുവരവ് രക്ഷകർത്താക്കളും കുട്ടികളും കടന്നു വന്നുവെങ്കിൽ അവർക്ക് വേണ്ടത്ര നിലയിൽ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് കിടപിടിക്കുന്ന നിലയിലുള്ള ഭൗതിക സാഹചര്യങ്ങളും അക്കാഡമിക് സംവിധാനങ്ങളും ഒരുക്കുന്നതിൽ പലവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. എന്നാൽ ഈ പദ്ധതിയിലൂടെ അത് പൂർണ്ണമായും നടപ്പിലാക്കുകയാണ്. കുട്ടികളുടെ ഭൗതിക സാഹചര്യങ്ങൾ, അക്കാഡമിക് കാര്യങ്ങൾ, ഇൻ്റർനെറ്റ് സംവിധാനമടക്കമുള്ള ഡിജിറ്റൽ ക്ലാസ് റൂമുകളിൽ മാറുകയും രക്ഷകർത്താക്കൾ ഒരു അൺഎയ്ഡഡ് സ്കൂളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ മികച്ച രൂപത്തിലുള്ള സംവിധാനങ്ങൾ കുട്ടികളുടെ അക്കാഡമിക്കായും ഭൗതികമായുള്ള സാഹചര്യങ്ങൾ ഈ പദ്ധതിയിലൂടെ സ്കൂളിൽ ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് സ്കൂളിനുണ്ടായിട്ടുള്ള നേട്ടം. തീരദേശ മേഖലയിലെ പ്രധാന വിദ്യാലയങ്ങളിലൊന്നായ മംഗലം ഹൈസ്കൂളിൽ പുതിയ കെട്ടിട സമുച്ചയത്തിനായി 3 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. മംഗലം ഗവൺമെൻറ് ഹൈസ്കൂൾ ആറാട്ടുപുഴ പഞ്ചായത്താണ്. മംഗലം ഗവൺമെൻറ് ഹൈസ്കൂളിൽ കെട്ടിട നിർമ്മാണത്തിന് 3 കോടി രൂപ കിഫ്ബി പദ്ധതിയിൽ അനുവദിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽപ്പെട്ട അപ്പർ കുട്ടനാടൻ പ്രദേശമായ പള്ളിപ്പാടിനെ മാന്നാറുമായി ബന്ധിപ്പിക്കുന്ന കൊടന്താർ മേൽപ്പാടം പാലത്തിനായി 43 കോടി രൂപയും കിഫ്ബിയിലൂടെ അനുവദിച്ചിട്ടുണ്ട്. പള്ളിപ്പാട് പഞ്ചായത്തിനെയും ബിയ്യപുരം പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് പള്ളിപ്പാട് കൊടുന്താർ, പിന്നെ അതുപോലെ തന്നെ മേൽപ്പാടം 44 കോടി രൂപയുടെ പ്രപ്പോസലാണ് ഈ കിഫ്ബി പദ്ധതിയിൽ ഹരിപ്പാട് മണ്ഡലത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഹരിപ്പാടിനെയും ചെങ്ങന്നൂരിനെയും ബന്ധിപ്പിക്കുന്ന ഹരിപ്പാട് ഇലഞ്ഞിമേൽ റോഡിന്റെ നിർമ്മാണവും കിഫ്ബിയുടെ സഹായത്തോടെയാണ് നടപ്പാക്കിയത്. ഹരിപ്പാട് ഇലഞ്ഞിമേൽ റോഡ് 17 കോടി രൂപയാണ്. അത് ഈ ചെങ്ങന്നൂർ മണ്ഡലം കൂടി ചേർന്ന് വരുന്നതാണ്. ഇലഞ്ഞിമേൽ റോഡിന് അതിപ്പോൾ പണിയാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 17 കോടി രൂപയുടെ പദ്ധതി. മണ്ഡലത്തിലെ സ്ഥായിയായ വികസനത്തിന് കിഫ്ബി പദ്ധതികൾ ഏറെ ഗുണം ചെയ്തു എന്ന കാഴ്ചപ്പാടാണ് പൊതുവിൽ ഉയരുന്നത്. കിഫ്ബി ഒരു വലിയ പ്രതീക്ഷയാണ്. കാരണം ബഡ്ജറ്റ് കൊണ്ട് മാത്രം ഒരു മണ്ഡലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നാടിൻ്റെ സമഗ്ര വികസനം സാധ്യമാകാതെ വന്ന ഘട്ടത്തിലാണല്ലോ ഇങ്ങനൊരു ആശയം കേരളത്തിൽ മുൻപ് കൊണ്ടായിരുന്നു. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ദീർഘവീക്ഷണത്തോടു കൂടി അതിനെ വളരെ നല്ല നിലയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 50,000 കോടി രൂപയുടെ പദ്ധതി 5 വർഷം കൊണ്ട് നടപ്പാക്കുമെന്ന് ഗവൺമെൻറ് പ്രതീക്ഷ വെക്കുകയും അത് ജനങ്ങളോട് പറയുകയും ചെയ്ത സ്ഥാനത്ത് ഇപ്പോൾ ഏതാണ്ട് 60,000 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾ ഈ സംസ്ഥാനത്താകെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏതൊരു മണ്ഡലം എടുത്ത് പരിശോധിച്ചാലും ഈ നാടിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത സമാനതകളില്ലാത്ത വികസനം എവിടെയും നമുക്ക് ദർശിക്കാൻ വേണ്ടി കഴിയും. സ്ഥായിയായ അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ നാടിൻ്റെ വികസനമാണ്. ആ പശ്ചാത്തല സൗകര്യ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഈ മുന്നേറ്റം കേരളത്തിൻ്റെ വലിയ വികസന കുതിപ്പിന് ഇടവരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിദേശ രാജ്യങ്ങളിലുള്ള കമ്പനികളും അതുപോലെയുള്ള വ്യവസായ പ്രമുഖരും എല്ലാം വരുന്നത് ഏറ്റവും ആദ്യം നോക്കുന്ന അടിസ്ഥാന സൗകര്യമാണല്ലോ, പശ്ചാത്തല വികസനമാണല്ലോ. അപ്പോൾ അത് ഈ നാടിൻ്റെ വലിയ കുതിപ്പിന് മുന്നേറ്റത്തിനും ഇടവരുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഹൈറേഞ്ച് മേഖലയായ ഉടുമ്പൻചോലയിൽ കിഫ്ബി പദ്ധതിയുടെ പ്രവർത്തനം നാടിനാകെ പ്രതീക്ഷ നൽകുകയാണ്. 9.5 കോടി രൂപ മുതൽ മുടക്കിയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയത്തിന്റെ നിർമ്മാണമാണ് മണ്ഡലത്തിൽ കിഫ്ബി നടപ്പാക്കുന്ന പ്രധാന പദ്ധതി. ഒപ്പം കല്ലാർ ഗവൺമെന്റ് സ്കൂളിലെ 5 കോടി രൂപയുടെ പദ്ധതിയുമുണ്ട്. മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബി ഏറെ ഗുണം ചെയ്തെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രിയും ഉടുമ്പൻചോല MLAയുമായ മന്ത്രി MM മണി പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്കാണ് ഉടുമ്പൻചോല. ഇടുക്കിയുടെ ഹൈറേഞ്ച് മേഖല. സംരക്ഷിത ഏലമല തോട്ടങ്ങളുടെ നാടുകൂടിയായ ഉടുമ്പൻചോല വിനോദസഞ്ചാരികൾക്കും പ്രിയപ്പെട്ട നാടാണ്. മതികെട്ടാഞ്ചോല, രാമക്കൽമേട് തുടങ്ങി നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഈ മണ്ഡലത്തിന്റെ ഭാഗമാണ്. ഇരട്ടയാർ, കരുണാപുരം, നെടുങ്കണ്ടം, പാമ്പാടുംപാറ, രാജാക്കാട്, രാജകുമാരി, ശാന്തംപാറ, സേനാപതി, ഉടുമ്പൻചോല, വണ്ടൻമേട് എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെട്ടതാണ്
ഉടുമ്പൻചോല മണ്ഡലം. മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ വികസനം ജനങ്ങളുടെ പ്രധാന ആവശ്യമാണ്. കിഫ്ബിയുടെ വരവോടെ ഹൈറേഞ്ച് ജനത ഈ മേഖലയിൽ പ്രതീക്ഷയിലാണ്. പതിറ്റാണ്ടുകളായിട്ടുള്ള ഇടുക്കി ജില്ലയിലെ കായിക പ്രേമികളുടെ സ്വപ്നമാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം. ഒളിമ്പ്യൻ പ്രീജ ശ്രീധരനെയും ബീന മോളയും അടക്കം ഇന്ത്യൻ കായിക ലോകത്തിന് സംഭാവന ചെയ്ത ഇടുക്കി കായിക പ്രതിഭകളുടെ നാടുകൂടിയാണ്. എന്നാൽ വേണ്ട രീതിയിൽ പരിശീലനം നൽകുന്നതിന് സംവിധാനമില്ലാത്തത് വലിയ പ്രതിസന്ധിയാണ്. മറ്റ് ജില്ലകളെ ആശ്രയിച്ചാണ് ഇടുക്കിയിലെ കായിക താരങ്ങൾ പരിശീലനം നടത്തിവരുന്നത്. ഇതിനെല്ലാം ഇപ്പോൾ പരിഹാരമാകുകയാണ്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നെടുങ്കണ്ടത്ത് സ്റ്റേഡിയം നിർമ്മാണം പുരോഗമിക്കുന്നത്. നെടുങ്കണ്ടം സ്റ്റേഡിയത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതോടെ ഇടുക്കിയുടെ കായിക കുതിപ്പിന് കൂടുതൽ വേഗം കൈവരിക്കും. ഇടുക്കിക്കാരുടെ, വിശേഷിച്ച് ഉടുമ്പൻചോല അല്ലെങ്കിൽ ഹൈറേഞ്ച് നിവാസികളുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്റ്റേഡിയം എന്നുള്ളത്. ഇത് കേരള സർക്കാരിൻ്റെ കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തി 10 കോടി രൂപ മുതൽ മുടക്കി ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സിന്തറ്റിക് ട്രാക്കാണ് അല്ലെങ്കിൽ ഒരു സ്റ്റേഡിയം സമുച്ചയമാണ് നെടുങ്കണ്ടത്ത് ഇപ്പോൾ പണി പുരോഗമിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഹൈറേഞ്ചിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കായിക രംഗത്ത് ഒട്ടനവധി താരങ്ങളെ വളർത്തിയെടുക്കുന്ന ഒരു നഴ്സറി എന്നുള്ള നിലയിലാണ് ഹൈറേഞ്ചിലെ കായിക മേഖല പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്നത്. എന്നാൽ നാളിതുവരെ ഒരു സ്കൂളിലെ ഉപജില്ലാ മത്സരം നടത്താൻ പോലും കഴിയുന്ന പ്രാപ്തമായ ഒരു സ്റ്റേഡിയത്തിൻ്റെ അഭാവം ഈ ഹൈറേഞ്ചിൽ, വിശേഷിച്ച് ഇടുക്കി ജില്ലയിൽ ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കെയാണ് ഇവിടെ ഒരു സ്റ്റേഡിയം പൂർത്തിയാകാൻ പോകുന്നത്. ഇവിടെ 3 ഹോസ്റ്റലുകൾ ഈ നെടുങ്കണ്ടത്ത് പ്രവർത്തിക്കുന്നുണ്ട്: അത്ലറ്റിക്സ്, ജൂഡോ, ആർച്ചറി. പക്ഷേ ഈ കുട്ടികൾക്കൊന്നും കഴിഞ്ഞ 10 വർഷമായിട്ട് ശരിയായ നിലയിൽ ഒരു സ്റ്റേഡിയത്തിൻ്റെ കുറവ് കൊണ്ട് പരിശീലനം നടത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. റോഡുകളിലും അതുപോലെ തന്നെ ടെറസിലുമൊക്കെയാണ് കുട്ടികളിവിടെ പരിശീലനം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്റ്റേഡിയം ഈ ഹൈറേഞ്ചിൻ്റെ ആസ്ഥാനത്ത് അല്ലെങ്കിൽ ഉടുമ്പൻചോല താലൂക്ക് ആസ്ഥാനമായ നെടുങ്കണ്ടത്ത് വരാൻ പോകുന്നത് എന്ന് ഇവിടുത്തെ കായിക പ്രേമികളെല്ലാം വളരെ സന്തോഷത്തിൽ ആഴ്ത്തുന്ന ഒരു കാര്യമാണ്. 9.5 കോടി രൂപ നിർമ്മാണ ചെലവ് വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടന്നുവരുന്നത്. ഇതിന്റെ ഭാഗമായി ഡ്രെയിനേജിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. ഇനി പുൽത്തകിടി വെച്ചുപിടിപ്പിക്കൽ അടക്കമുള്ള പ്രവർത്തനങ്ങളാണ് പൂർത്തീകരിക്കാനുള്ളത്. 400 മീറ്റർ സിന്തറ്റിക് ട്രാക്ക് മാത്രം നിർമ്മിക്കുവാൻ 5 കോടി രൂപ ചിലവ് വരും. മികച്ച നിലവാരത്തിലുള്ള ഫുട്ബോൾ കോർട്ടിന്റെ നിർമ്മാണവും ഇതിനോടനുബന്ധിച്ച് നടക്കും. വസ്ത്രം മാറുന്നതിനുള്ള പ്രത്യേക മുറി, ആവശ്യമായ ജലലഭ്യത എന്നിവയും പവലിയന്റെ നവീകരണവും പാർക്കിംഗ് സൗകര്യവും ഇതോടൊപ്പം ആവശ്യമാണ്. നെടുങ്കണ്ടത്തെ അല്ലെങ്കിൽ ഇടുക്കിയെ, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് കായിക മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവുണ്ടാകുന്ന ഒരു പദ്ധതിയാണ് ഇതിലൂടെ നമുക്ക് സംജാതമാകാൻ പോകുന്നത്. ഒരു തലമുറയെ ഒളിമ്പ്യൻ പ്രീജ ശ്രീധരനടക്കം ഷൈനിമോൾ, അങ്ങനെ ഒരുപിടി അന്താരാഷ്ട്ര നിലവാരമുള്ള കായിക താരങ്ങളെ വളർത്തി വലുതാക്കിയ പാരമ്പര്യം ഉള്ള നാടാണ് ഇടുക്കിയെങ്കിലും പുതിയ തലമുറയ്ക്ക് അതിലും കൂടുതൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അതിലും കൂടുതൽ വേഗത്തിലും ദൂരത്തിലും ഉയരത്തിലും എത്താൻ വേണ്ടിയിട്ട് പുതിയൊരു സ്റ്റേഡിയം നമുക്ക് വളരെയധികം ഈ സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുന്നതിലൂടെ ഒരുപിടി നല്ല കായിക താരങ്ങളെ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേഡിയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒന്ന്, ഹൈ ആൾട്ടിറ്റ്യൂഡ് പദവിയിലുള്ള ഒരു സ്റ്റേഡിയമാണ്. സാധാരണ ഈ പൊല്യൂഷൻ ഇല്ലാതെ ഒരു സെൻട്രലൈസ്ഡ് AC-യിൽ ലോ റേഞ്ചിനെ സംബന്ധിച്ച് ലോ റേഞ്ചിലെ കായിക താരങ്ങൾക്കുണ്ടാകുന്നതിൽ കൂടുതൽ അവിടെ 1 മണിക്കൂർ 1.5 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടായ കായിക താരങ്ങൾക്ക് പിന്നീട് അത് റെസ്റ്റ് എടുത്തിട്ട് അതിനുശേഷം അവർക്ക് പ്രാക്ടീസ്. എന്നാൽ ഇവിടെ ആ അവസ്ഥ മാറുകയാണ്. ഒരു 3 മണിക്കൂർ നേരം തുടർച്ചയായിട്ട് വർക്കൗട്ട് ചെയ്താലും പിന്നെയും വർക്കൗട്ട് ചെയ്യാനുള്ള സ്റ്റാമിന, അവരുടെ ഹൃദയ ശ്വസന ക്ഷമത അതാണ് ഹൈ ആൾട്ടിറ്റ്യൂഡിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അത് കൈവരിക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ ഒരു കായിക താരത്തിനെ സംബന്ധിച്ച് അവരുടെ പെർഫോമൻസ് വളരെയധികം ഉയർത്തുവാൻ സഹായമാകുന്ന ഒരു കാര്യമാണ്. ഇത് പിന്നീട് പൊല്യൂഷൻ ഇല്ലാതെ നമുക്കിവിടെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നു. പിന്നീട് വളരെയധികം ചിലവുകൾ കുറഞ്ഞു. മറ്റേ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം ഒക്കെ ഉള്ളത് ടൂറിസം ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ വളരെയധികം കോസ്റ്റ്ലിയാണ്. അവിടെ പോയി സ്വന്തമായ ഒരു കായിക താരങ്ങൾക്ക് 10-15 ദിവസം ഒരു ക്യാമ്പ് എടുക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല. വളരെയധികം ചിലവാണ്.
ഈ ഒരു മേഖലയിൽ, ഹൈറേഞ്ച് മേഖലയിൽ ഈ ഒരു സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുമ്പോൾ അതിനെല്ലാം ഒരു പരിഹാരമുണ്ടാകുകയാണ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ അവർക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ, ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ ഒരു കായിക താരങ്ങൾക്ക് സാധിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് അതിലൂടെ വളർന്ന് വലുതാകുന്നത്. ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം ആയതിനാൽ മികച്ച നിലവാരത്തിൽ സ്റ്റേഡിയം പൂർത്തിയാകുന്നതോടെ ദേശീയ താരങ്ങൾക്കും ഇവിടെ പരിശീലനത്തിന് സൗകര്യമൊരുങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേഡിയം യാഥാർത്ഥ്യമാവുമ്പോൾ ഒരുപിടി നല്ല കായിക താരങ്ങളെ സംഭാവന ചെയ്ത ജില്ലയ്ക്ക് അതിലും മുന്നോട്ട് വളരെയധികം കായിക താരങ്ങൾ ഈ മേഖലയിലേക്ക് വരികയും അവർ പെർഫോമൻസ് ഇതിലൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന യാതൊരു സംശയവുമില്ല. അങ്ങനെ അതിനും എല്ലാ സാഹചര്യം ഒരുക്കുന്ന സർക്കാരിനും ഇങ്ങനെ ഈ ഫണ്ട് ഉപയോഗിച്ച് ഈ ഒരു മേഖലയെ തിരഞ്ഞെടുത്ത് നമ്മൾ വളരെ സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭൂപ്രകൃതി നമുക്കറിയാം, 4 മലകൾക്കിടയിലാണ് ഈ ഒരു സ്റ്റേഡിയം നിലനിൽക്കുക. അപ്പോൾ ഇവിടെ ത്രൂ ഔട്ട് വർക്കൗട്ട് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ഒരു 6 മണി തൊട്ട് 11 മണി വരെ ത്രൂ ഔട്ട് വർക്ക് ചെയ്യുന്നതിന് അത് സെൻട്രലൈസ്ഡ് AC പ്രാക്ടീസ് ചെയ്യുന്ന നിലയിൽ ഒരു കായിക താരത്തിന് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 4 മണി കഴിഞ്ഞ് ഒരു 7 മണി വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കായിക താരത്തിന് എത്രയാണ്, ഒരു 6 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യാൻ ഒരു സാഹചര്യം ഇതിലൂടെ ഉണ്ടാകുകയാണ്. അപ്പോൾ മറ്റ് ദേശീയ നിലവാരത്തിലുള്ള കോച്ചിങ് ക്യാമ്പുകളും അങ്ങനെയുള്ള ക്യാമ്പുകളൊക്കെ ഇനി ഇവിടെ സംഘടിപ്പിക്കാനും അങ്ങനെ ഇതിലൂടെ പ്രാക്ടീസ് ചെയ്യുന്ന കായിക താരങ്ങൾക്ക് വളരെ മെച്ചമായ നേട്ടങ്ങൾ അവർക്കുണ്ടാകാൻ നമുക്ക് സാധിക്കും. അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേഡിയം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകട്ടെ, നമ്മുടെ കായിക മേഖലയ്ക്ക് പുതിയൊരു ഉണർവുണ്ടാകട്ടെ, കായിക താരങ്ങൾ കൂടുതൽ വേഗത്തിലും ഉയരത്തിലും ദൂരത്തിലും എത്തട്ടെ എന്ന് നമ്മൾ ആശംസിച്ചു. പുതിയ സ്റ്റേഡിയം എത്തുന്ന ആവേശത്തിലാണ് കായിക താരങ്ങളും. 6 വർഷമായി സ്പോർട്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഐറ്റം ജൂഡോ ആണ്. ഇത്രയും നാൾ ഞങ്ങൾ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്തിരുന്നില്ല, റോഡിലാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഗ്രൗണ്ട് കിട്ടുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനി ഞങ്ങളുടെ കായികശേഷി വർദ്ധിക്കുവാനും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുവാനും കഴിയും. കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യാനൊന്നും കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കപ്പാസിറ്റി ഒക്കെ കുറവായിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ടിൻ്റെ പണിയൊക്കെ കഴിയുമ്പോഴത്തേന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനൊക്കെ കഴിയും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതൊരു നല്ലൊരു പ്രയോജനമാണ്. ഞങ്ങൾക്ക് നാഷണലൊക്കെ ചെല്ലുമ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയും. കാരണം ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ മെഡലുകൾ കൂടുതൽ നേടാനും കഴിയും. അതൊക്കെയാണ് പ്രതീക്ഷ. 8 ലൈനുള്ള സിന്തറ്റിക് ട്രാക്ക്, ജമ്പിംഗ് സെക്ടർ, ത്രോയിങ് സെക്ടർ, രാത്രിയിലും മത്സരങ്ങൾ നടത്താൻ കഴിയുന്ന ഫ്ലഡ് ലൈറ്റ് സംവിധാനം, ഗാലറി സമുച്ചയം എന്നിവയോടുകൂടിയാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. മാത്രവുമല്ല, ഏറ്റവും മലിനീകരണമില്ലാത്ത സ്റ്റേഡിയം കൂടിയാകും ഇത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോല താലൂക്കിൽ നിന്നും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുന്ന സ്കൂളാണ് കല്ലാർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂൾ പൂർണ്ണമായും ഹൈടെക്കായി മാറിക്കഴിഞ്ഞു. പാഠ്യേതര രംഗത്ത് സംസ്ഥാനത്ത് മികച്ച പ്രകടനം നടത്തുന്ന സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങളും വമ്പിച്ച മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. 5 കോടി രൂപ കിഫ്ബി ഫണ്ട് മുതൽ മുടക്കിയുള്ള പുതിയ ബഹുനില മന്ദിരങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി വരുന്നു. UP വിഭാഗം കുട്ടികളുടെ അടിസ്ഥാന വികസനം ലക്ഷ്യമാക്കി നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട ബഹുനില മന്ദിരത്തിന്റെ പണി പൂർത്തിയായി വരികയാണ്. 21 ക്ലാസ് മുറികളോടുൾപ്പെടെ കുട്ടികൾക്കാവശ്യമായ സയൻസ് ലാബ്, കമ്പ്യൂട്ടർ ലാബ് എന്നിവയും സജ്ജമാക്കിയിരിക്കുന്നു. സ്കൂളിനെ വലിയ സ്കൂളായി എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട്, എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ട് മികവിൻ്റെ കേന്ദ്രമായി ആക്കി തീർക്കുവാനായിട്ട് ശ്രമിക്കുകയും അത് അനുവദിച്ചു തരികയും ചെയ്തു. ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം എല്ലാം അതിൻ്റെ പരിസമാപ്തിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനമെല്ലാം പൂർത്തിയായി. ഇനി നമ്മൾ അല്പം അതിൻ്റെ അറ്റകുറ്റപ്പണികൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. താമസിയാതെ തന്നെ ഇതിൻ്റെ നിർമ്മാതാക്കൾ അതിൻ്റെ താക്കോൽ നമുക്ക് കൈമാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. വലിയ താമസിയാതെ തന്നെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നുള്ളതാണ് നമ്മുടെ കണക്കുകൂട്ടൽ. ഈ കെട്ടിടത്തിൽ 3 നിലയിലായിട്ടാണ് ഈ കെട്ടിടം സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിൽ 24 മുറികളടങ്ങുന്ന, പിന്നെ 2 ഭാഗത്തും ആവശ്യമായ ടോയ്ലറ്റുകളൊക്കെ ക്രമീകരിച്ചുകൊണ്ടുള്ള നല്ലൊരു സംവിധാനമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഭൗതിക സാഹചര്യം വളരെ പിന്നോക്കാവസ്ഥയിലായിരുന്നു. ക്ലാസ് റൂമുകളുടെ കുറവ്, കെട്ടിടത്തിൻ്റെ അഭാവം, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പം നിരന്തരമായി ഞങ്ങളിങ്ങനെ സ്കൂളിൻ്റെ അതായത് ഭൗതിക സാഹചര്യങ്ങൾ വിപുലപ്പെടുത്തുന്നതിനാവശ്യമായി പല നടപടികൾക്കുമായി മുന്നിട്ടിറങ്ങിയും പക്ഷെ ഒരിക്കലും അത് പൂർണ്ണമായി പൂർണിയാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പദ്ധതിയോടനുബന്ധിച്ച് 40 ലക്ഷം രൂപ മുതൽ മുടക്കി
ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി പണികഴിപ്പിക്കുന്ന ആധുനിക ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണവും അന്തിമഘട്ടത്തിലാണ്. കൂടാതെ PTA-യുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെ സ്കൂളിന്റെ സൗന്ദര്യവൽക്കരണ ജോലികളും നടന്നുവരുന്നു. പഴയ ഞാനിവിടെ 5 തൊട്ട് പഠിച്ച ആളാണ്. പക്ഷേ പഴയ സാഹചര്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. പഴയ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ കാണുന്ന പഴയ കെട്ടിടം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആധുനിക സൗകര്യങ്ങളോ ഒരു സൗകര്യങ്ങളോ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. കാരണം ഞങ്ങൾ പഠിച്ച അന്തരീക്ഷം എന്ന് വളരെ വ്യത്യസ്തമായിട്ട് പോയി. ഇപ്പം കുട്ടികൾ പറഞ്ഞ പോലെ തന്നെ പൊടിയും എന്നൊക്കെ ഒരു അവസ്ഥയുണ്ടോ അതെല്ലാം നമ്മൾ അനുഭവിച്ചാണ് ഇവിടെ വന്നത്. അന്നൊക്കെ ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു വലിയൊരു സ്കൂളും ഇതുപോലെ ഹൈടെക് ആയിട്ടൊരു വിദ്യാലയമൊക്കെ ഞങ്ങളുടെയൊക്കെ സ്വപ്നമായിരുന്നു. പക്ഷെ അതിപ്പം ഞാനിവിടെ പഠിപ്പിക്കാൻ വന്നപ്പോൾ അത് കുട്ടികൾ അനുഭവിക്കുന്ന ആ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. സ്കൂളിന്റെ വികസന മുഖച്ഛായയിൽ വന്ന മാറ്റം കുട്ടികളുടെ പ്രവേശന കാര്യത്തിലും വലിയ പ്രതിഫലനമാണ് വരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 540 കുട്ടികൾ പുതുതായി നമ്മുടെ സ്കൂളിലേക്ക് വന്നു. അതുകൊണ്ടത്തെ ഏറ്റവും വലിയ അൺഎയ്ഡഡ് വിദ്യാലയമായ വിജയമാത, അതുപോലെ ഹോളി ക്രോസ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നാണ് അതിൽ 320 കുട്ടികൾ വന്നത്. ഉയർന്ന നിലവാരത്തിലുള്ള ഒരു സ്കൂളെന്ന നിലയിലേക്ക് മാറിയതുകൊണ്ടാണ് 540 കുട്ടികളുടെ വരവ്. ചില ജില്ലയിൽ എടുക്കുമ്പോൾ ചില സ്കൂളിലെ ആകെ കുട്ടികളുടെ എണ്ണത്തെ കഴിഞ്ഞ് കൂടുതലാണ് ഈ സ്കൂളിൽ പുതുതായിട്ട് വന്ന കുട്ടികൾ. അത് അഡ്മിഷൻ്റെ മാറ്റം, സ്ഥാപനത്തോടുള്ള സമീപനത്തിൻ്റെ മാറ്റമാണ്. ഉടുമ്പൻചോല മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുമ്പോൾ കിഫ്ബി പദ്ധതികൾ ഇതിന് ഏറെ സഹായകമാകുന്നെന്ന് MLA കൂടിയായ വൈദ്യുതി വകുപ്പ് മന്ത്രി M. മണി പറഞ്ഞു. നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഭാഗമായി അംഗീകരിച്ച കിഫ്ബിയുടെ പ്രത്യേക പ്രോഗ്രാമും അനുസരിച്ച് 56,000-ലധികം കോടി രൂപയുടെ വികസനമാണ് സംസ്ഥാനത്താകെ നടന്നതെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇത് പറഞ്ഞതിന് ശേഷം പിന്നീട് വല്ലതും നടന്നിട്ടുണ്ട്, അതും വരുന്നതാണ്. അതിൻ്റെ ഭാഗമായി 1000 കോടിയിലധികം രൂപയുടെ പ്രവർത്തനം ഈ ജില്ലയിൽ നടന്നിട്ടുണ്ട്. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും പ്രവർത്തനം നടന്നിട്ടുണ്ട്. അത് നെടുങ്കണ്ടം ജില്ലയുടെ സമഗ്ര വികസനത്തിന് ഉതകുന്ന നിരവധി പദ്ധതികൾ കഴിഞ്ഞ 4 വർഷത്തിനിടെ നടപ്പാക്കിയിട്ടുണ്ടെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും. ജില്ല രൂപീകൃതമായതിനു ശേഷം ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടാവില്ല. ഇതിന് സഹായകരമായത് കിഫ്ബിയാണ്. കിഫ്ബിയിലൂടെ 1000-ലധികം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പല ഘട്ടങ്ങളിലായി നടന്നു വരികയാണ്. റോഡുകൾ, പാലങ്ങൾ, ആരോഗ്യരംഗം, വിദ്യാഭ്യാസ മേഖല തുടങ്ങിയവയിൽ വൻ വികസനമാണ് നടക്കുന്നത്. പദ്ധതികൾ മുഴുവനും പൂർത്തീകരിച്ചു വരുമ്പോൾ ജില്ലയുടെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വികസനം കിഫ്ബിയിലൂടെ എന്ന പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ.